ഹലോ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ മുമ്പ് നമ്മുടെ തൃശ്ശൂർ പൂരം കാണാൻ പോവുകയാണ്. ഞാൻ ഒട്ടും ലേറ്റ് ആക്കണില്ല, പരിപാടിക്ക് പോവാം. ഗൈസ് 50 രൂപ ടിക്കറ്റിന് വേണ്ടുന്ന ടിക്കറ്റ് നമ്മളെടുത്തു. ഇനി കയറാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഹലോ ഗൈസ്, നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എൻട്രിയിൽ കൊടുത്തു. നമ്മൾ കയറാൻ പോണു. കയറി കഴിഞ്ഞത് ആദ്യം നമ്മുടെ വെള്ളച്ചാട്ടം, നമ്മളെല്ലാ പ്രാവശ്യം പോലെ തന്നെ രാജസ്ഥാനിയുടെ കടി തന്നെ ആദ്യം. ഇതാണ് പാണ്ട മിഠായി, പുതിയതാട്ടോ. ജെല്ലി മിഠായി, പിന്നെ പുളിമിഠായി അല്ലേ, പുളിമിഠായി. പിന്നെ ഇത് മധുര എന്നിട്ടാണ് കുറെ ഉണ്ട് കേട്ടോ പഴയ സാധനങ്ങൾ. അപ്പൊ നടന്ന് ക്ഷീണിച്ചപ്പോ ഒരു ലൈമ് കുടിക്കാൻ വിചാരിച്ച് നിൽക്കാണ്. പുള്ളി പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് സാധനമൊക്കെ ഇട്ടത് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാണ്. അപ്പൊ അങ്ങനെ ലൈവ് സെറ്റ് ആയിട്ടുണ്ട്. രണ്ടെണ്ണം കഴിച്ച് ഒന്ന് ദാഹം മാറ്റാൻ വിചാരിച്ചു. ഉഷ്ണത്തിനൊരു കുറവില്ല കേട്ടോ. അയ്യോ, ഉഷ്ണം നല്ല പോലെ ഉണ്ട്. പിന്നെ നമ്മളവിടെ കണ്ടൊരു സാധനം കേട്ടോ, കാട്ടുള്ളി. ഒരു എന്താ പറയുക, നല്ല കിക്കടിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മണപ്പിച്ച് കഴിഞ്ഞാൽ തലവേദന ഭയങ്കര ഉള്ളവർക്ക് ബെസ്റ്റാണ്. കിട്ടിങ്ങനെ എന്തായാലും മൂഞ്ചല നമ്മളങ്ങനെ ഈ റൈഡുകളൊക്കെ പോകുന്ന സ്ഥലത്ത് എത്തിക്കാണ്. തിരക്ക് ഇവിടെ ഇപ്പൊ കുറഞ്ഞു കേട്ടോ, തിരക്ക് കുറവാണ്, പൊതുവെ കുറവാണ്. പിന്നെ ഞങ്ങള് കയ്യില് കുറച്ച് കാശൊക്കെ റിങ് എറിഞ്ഞ് കൊണ്ട് കളഞ്ഞു കോവിഡ്. അപ്പൊ നമ്മള് അങ്ങനെ പകുതി ഭാഗം കവർ ചെയ്ത് അങ്ങനെ എത്തി. നമ്മള് തിരക്ക് നല്ലപോലെ ഉണ്ടാവുന്നു, പക്ഷെ അത്ര തിരക്ക് എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. ആവറേജ് തിരക്ക് തന്നെയാവും. ഇപ്പൊ വീക്കെൻഡിൽ വരുന്ന ഒരു തിരക്ക് കാര്യങ്ങള്. പിന്നെ പുതുമ എന്ന് പറയാൻ മാത്രം അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ. സാധാരണ സ്ഥിരം വരുന്ന സാധനം തന്നെ. പിന്നെ എല്ലാതും ഒരുമിച്ചിട്ട് കിട്ടുന്നു എന്നുള്ളൊരു കേസ് മാത്രം ഇവിടെ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് കടന്നേക്കാണ്. പുറത്തിലിപ്പോ നമ്മൾ കേറിയ പോലത്തെ അവസ്ഥ ഒന്നല്ല. ഇവിടൊക്കെ തിരക്കൊക്കെ കുറഞ്ഞു, ആകെ ഒരു അല്ലേ, തിരക്കൊക്കെ കുറഞ്ഞ് ആകെ ഒരു ശാന്തമായൊരു അന്തരീക്ഷമായി. കാരണം നമ്മൾ വന്നത് അറൗണ്ട് ഒരു 7:15 കൂടിയിട്ട് 7:00 വന്നപ്പോ ഇറങ്ങി. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും സമയമായിരുന്നു. ഇവിടെ നടക്കുന്നിടത്ത് എല്ലാ ആൾക്കാരാണ്. ഇപ്പൊ സമയം അറൗണ്ട് 9 മണിയോട് കൂടിയിട്ട് 8:30 കഴിഞ്ഞു. തിരക്കും കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് കഴിഞ്ഞ് അടുത്ത പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു. ഇനി അടുത്തത് ഫുഡ് അടി, നല്ലൊരു ഫുഡ് അടി നോക്കിയിട്ട് പോകണം. അപ്പൊ നമ്മള് ഫുഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പൂങ്കുന്നം. ശരിയാണ്, പൂങ്കുന്നത്തിൽ നിന്ന് പുഴക്കിലേക്ക് കിടക്കുന്നതിനാ. ഈ തൃശ്ശൂരിൽ നിന്നാണ് പോകണമെന്നുണ്ടെങ്കിൽ അക്ഷയ അറബി ട്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ടുള്ള റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് പുതിയതായിട്ട് തുടങ്ങിയിട്ട് അല്ല എന്തെങ്കിലും അധികമായിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഒരു മൊത്തത്തിലൊരു സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കില്ല ഉള്ളിൽ ഇത്രയ്ക്ക് സെറ്റപ്പ് കാര്യങ്ങളുള്ളത്. കാണിച്ചു തരാം. അവിടെ പെഗ്ഗില് വെള്ളം ഒഴിക്കുന്നത് ശീലക്കേടുകൾ. അതായത്
ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, കഴിച്ചോക്കിട്ട് വരാം. എങ്ങനെ ചിക്കനൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ ചിക്കനും റൈസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഫുഡ് സ്പോട്ട് വരുന്നത് ഇതാണ്, ഫ്യൂഷൻ എക്സ്പ്രസ്, പൂങ്കുന്നത്തെ അടുത്തായിട്ടാണ് വരുന്നത്, പുഴക്കൽ റോഡ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ യാത്ര. അപ്പോൾ ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ട് അങ്ങനെ തൃശ്ശൂർ പൂരം ഫുഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അടിച്ച് പൊളിച്ചു. ഇനി അടുത്ത തൃശ്ശൂർ പൂരം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.